ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ മാത്സ് ഗണിതവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് പഠിച്ച് വെച്ച് പോവുക. അപ്പോൾ ഡ്രോ എ പിക്ചർ യൂസിങ് ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ ആൻഡ് സർക്കിൾ അല്ലേ. എന്തൊക്കെ വെച്ചിട്ട് ട്രയാങ്കിളും സർക്കിളും റെക്റ്റാങ്കിളും വെച്ചിട്ട് നിങ്ങളോട് പിക്ചേഴ്സ് എഴുതാൻ വന്നാൽ, പിക്ചേഴ്സ് വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അതെല്ലാം ഉപയോഗിച്ചിട്ടുള്ള പിക്ചേഴ്സ് വരക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. നല്ല മനോഹരമായിട്ടുള്ള പിക്ചേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ പിക്ചേഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സർക്കിളും ട്രയാങ്കിളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല ഭംഗിയുള്ള പിക്ചേഴ്സ് വരക്കുക. ഇവിടെ മോഡലായിട്ട് ഞാൻ കൊടുക്കാം, കണ്ടോ. ഇങ്ങനെയുള്ള ഈ ഷേപ്സ് അടങ്ങിയിട്ടുള്ള പിക്ചേഴ്സൊക്കെ പഠിച്ച് വെച്ച് പോവുക, മനസ്സിൽ അതൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പിക്ചേഴ്സൊക്കെ വരയ്ക്കുക കേട്ടോ. അതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് എളുപ്പമാണ്. സർക്കിളും റെക്റ്റാങ്കിളും ട്രയാങ്കിളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതൊക്കെ ഏതാ ഷേപ്സ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്വന്തം കണ്ടെത്താം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഷേപ്സ് ആർ ദർ ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ, കൗണ്ട് ആൻഡ് റൈറ്റ് അല്ലേ. താഴെ തന്നിട്ടുള്ള പിക്ചേഴ്സിലുള്ള ഷേപ്സുകൾ ഏതൊക്കെയാണ്, അതിലുള്ള ട്രയാങ്കിൾ എത്ര ഉണ്ട്, റെക്റ്റാങ്കിൾ എത്ര ഉണ്ട്, സർക്കിൾ എത്ര ഉണ്ട് എന്നൊക്കെ കണ്ടെത്തിയിട്ട് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി അല്ലേ, നിങ്ങൾക്ക് എണ്ണി കണ്ടെത്താനേ ഉള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് വരും, അതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ കംപ്ലീറ്റ് ദ പാറ്റേൺ, കണ്ടില്ലേ പാറ്റേൺ എ കൊടുത്തിട്ടുണ്ടോ. ഇങ്ങനെയുള്ള പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കി പോവുക. ബി കണ്ടില്ലേ, സി 102 അല്ലേ, 102 202 302, അപ്പോൾ അടുത്ത എന്തായിരിക്കും 402 അല്ലേ. അതേപോലെ ബാക്കിയുള്ള പാറ്റേൺസ് കണ്ടില്ലേ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ അബാക്കസ് ഫോർ ദ ഫോളോയിങ് നമ്പേഴ്സ് 202 921 463 അല്ലേ. തന്നിട്ടുള്ള നമ്പറിൽ ഇവിടെ അബാക്കസിൽ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 100 10s 1s എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 202 നമ്മളെങ്ങനെ എഴുതും, 200 എന്നുള്ളടത്ത് 2 അല്ലേ, 2 മുത്ത് വരച്ചു. പിന്നെ 10 ഇല്ല അല്ലേ, 0 10 ആണ്. പിന്നെ 1s എന്നുള്ളടത്ത് 2. അതുപോലെ 921 എങ്ങനെ 9 റൗണ്ട് മുത്ത് വരച്ചു. അതുപോലെ 2 10s വരച്ചു. 1 എന്നുള്ളടത്ത് ഒരു 1 അല്ലേ. അപ്പോൾ എത്രയായി 921. അതുപോലെ 463 എന്നുള്ളടത്ത് 100ൽ 4 ബോൾ വരച്ചു, 10s 6 വരച്ചു, 1s 3 വരച്ചു അല്ലേ. അത് മനസ്സിലായില്ലേ. ഇനി ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് യു ക്യാൻ മേക്ക് ബൈ യൂസിങ് ദ ഡിജിറ്റ് 2 6 3 9 വിത്തൗട്ട് റിപ്പീറ്റേഷൻ അല്ലേ. എന്താണ് 2 6 9 4 എന്നുള്ള നമ്പേഴ്സ് വെച്ചിട്ട് 3 ഡിജിറ്റ് നമ്പേഴ്സ് നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ കഴിയും, റിപ്പീറ്റേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാതെ എത്ര എണ്ണം ഉണ്ടാക്കാൻ കഴിയും. 24 എണ്ണം കേട്ടോ. അവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 246 249 264 269 294 296 426 429 462 469. അങ്ങനെ ഈസി അല്ലേ മക്കളെ. ഇതൊക്കെ ഇങ്ങനെ ഡിജിറ്റ് നമ്പേഴ്സ്, ഇങ്ങനെ ഓരോ നമ്പേഴ്സ് തന്നിട്ട് നിങ്ങൾക്ക് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഈസിയാണ്. ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ എക്സാമിന് പോകാനേ. അടുത്തത് നോക്കാം. അതിൽ തന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ യു ക്യാൻ മേക്കിംഗ് യൂസിങ് ദിസ് ഡിജിറ്റ് അല്ലേ. ഏറ്റവും വലിയ ഡിജിറ്റ് നമ്പർ ഏതാണ് ഈ 3 ഡിജിറ്റ് നമ്പർ വെച്ചുണ്ടാക്കിയതെന്ന്. 964 ആണ്. സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ചോദിക്കും, 246 ആണ്. ഹൗ മെനി കൗണ്ടിങ് നമ്പേഴ്സ് ആർ ദർ 4 അല്ലേ. എത്ര നമ്പേഴ്സ് കൗണ്ട് ഉണ്ട് ചെയ്യാൻ കഴിയും. 300 മുതൽ 400 വരെയാണ് അല്ലേ. അപ്പോൾ 400 മൈനസ് 300 എത്രയാണ്, 100 ആണ്. 100 + 1 101. ഹയസ്റ്റ് നമ്പർ മൈനസ് ലോവസ്റ്റ് നമ്പർ +1. അതൊരു മെത്തേഡ്. എങ്ങനെയാണ് വേറെ വഴി, 400 - 299 = 101. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.